ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള കുറച്ച് നീറ്റ് PVIQ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതായത് ബോർഡ് എക്സാമിൻ്റെ ഒക്കെ ഒരു ലെവലൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോർഡ് എക്സാം ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ പോലും ആ ഒരു ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് ശീലമുണ്ടെങ്കിൽ, അതിന് ആൻസർ ചെയ്ത് ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം എക്സാംസ് ഒക്കെ സിമ്പിളായിട്ട് +1 +2ൻ്റെ കൂടെ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും ചാപ്റ്ററിലേക്ക് പോവാം. നോക്കിക്കോളൂ, നമ്മൾ പറയുകയാണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ. നിങ്ങൾക്ക് അറിയാലോ, ഹോർമോൺസ് ഒക്കെ വരുന്ന ചാപ്റ്ററാണ്. കുറച്ചധികം വലിയ ചാപ്റ്ററാണ് കെമിക്കൽ കോർഡിനേഷൻ, പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നോക്കുക, നമുക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിക്കോളൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ACTH ഈസ് സെക്രീറ്റഡ് ബൈ. ACTH ആരാണ് ഉണ്ടാക്കുക? അഡ്രിനൽ കോർട്ടെക്സ്, അഡ്രിനൽ മെഡുല്ല, പിറ്റ്യൂട്ടറി, തൈറോയിഡ്. ഓക്കെ, ACTHൻ്റെ ഫുൾ ഫോം എന്താ? ACTHൻ്റെ ഫുൾ ഫോം? ACTH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. പറഞ്ഞോളെ, ACTHൻ്റെ ഫുൾ ഫോം എന്താ? അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ. അതാണ് ACTH. ഓക്കെ, അതായത് ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അഡ്രിനൽ കോർട്ടെക്സ് ആണ് ഉണ്ടാക്കുക. അല്ല. ഓക്കെ, ആരുണ്ടാക്കുക? പിറ്റ്യൂട്ടറി അല്ലേ ഉണ്ടാക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിറ്റ്യൂട്ടറി ACTHനെ വിട്ടാൽ മാത്രമേ അഡ്രിനൽ കോർട്ടെക്സിൽ നിന്നും എന്തുണ്ടാവും? ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ്സ് ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ACTH ആരാ ഉണ്ടാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പിറ്റ്യൂട്ടറി ആണ് കേട്ടോ. പല മക്കളെ, ആരാണ് സെക്രീറ്റ് ചെയ്യുക? പിറ്റ്യൂട്ടറിയാണ് സെക്രീറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ വരിക C ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഓക്സിറ്റോസിൻ ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ആരാണ് ഓക്സിറ്റോസിൻ ഉണ്ടാക്കുക? പിറ്റ്യൂട്ടറി, അഡ്രിനൽസ്, ഹൈപ്പോതലാമസ്, തൈറോയിഡ്. ഓക്കെ, നമുക്കറിയാലോ, ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ്ഡ് ബൈ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓക്സിറ്റോസിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിന്തസിസ് അല്ലേ പറയുന്നത്? സിന്തസിസ്. ഓക്കെ, ഓക്സിറ്റോസിൻ ഉണ്ടാക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഇതറിയാലോ, നമുക്കറിയാലോ, ഓക്സിറ്റോസിൻ സിന്തസൈസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് ആണ്. സിന്തസൈസ് ചെയ്യുന്നത് ആരാ? ഹൈപ്പോതലാമസാ. പക്ഷേ സ്റ്റോർ ആൻഡ് റിലീസ്, ഓക്കെ, സ്റ്റോറും റിലീസും ആരാണ്? പിറ്റ്യൂട്ടറി ആണ്. ഏത് പിറ്റ്യൂട്ടറി? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി കേട്ടോ, അല്ലെങ്കിൽ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്നൊക്കെ വിളിക്കും. ഓക്കെ, അപ്പോൾ അത്തരം ഒരു കേസിൽ നമ്മളോട് ചോദിക്കണം ഓക്സിറ്റോസിൻ ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എന്നാണ് ചോദിക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? ഹൈപ്പോതലാമസ് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ വരിക C ആണ് കേട്ടോ. പറയാം മക്കളെ, ഓപ്ഷൻ എന്താ വരിക? C ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയണത്? ഓവുലേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം ഈസ് കൺട്രോൾഡ് ബൈ. ഓക്കെ, ഓവുലേഷനും അതുപോലെ തന്നെ കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫോർമേഷനും കൺട്രോൾ ചെയ്യുന്നതാരാ? ICSH, FSH, തൈറോക്സിൻ ഹോർമോൺ, LH, ലൂട്ടീനൈസിങ് ഹോർമോൺ. നമുക്കറിയാലോ, ഇൻഡ്യൂസസ് ഓവുലേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം. ആ പേര് നമുക്ക് കിട്ടി. കോർപ്പസ് ലൂട്ടിയത്തിന് ഉണ്ടാക്കുന്ന ഹോർമോൺ ഏതാ മക്കളെ? ലൂട്ടീനൈസിങ് ഹോർമോൺ ആണ്. പറ മക്കളെ, ഏത് ഹോർമോണാ? ലൂട്ടീനൈസിങ് ഹോർമോൺ. ഓക്കെ അല്ലേ? ലൂട്ടീനൈസിങ് ഹോർമോൺ ആണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏതാ? ഇതിൻ്റെ ഓപ്ഷൻ വരിക D ആണ് കേട്ടോ. എന്താ ഓപ്ഷൻ വരിക മക്കളെ? D ആണ് ഓപ്ഷൻ വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വെൻ എമൗണ്ട് ഓഫ് ADH ഡിക്രീസസ്. ഓക്കെ, ADHൻ്റെ അളവ്, ADH എന്ന് പറഞ്ഞാൽ വാസോപ്രസിൻ, ഓക്കെ, ആൻറ്റി ഡയോറിറ്റിക് ഹോർമോൺ ഇൻ ബ്ലഡ്. മിക്റ്റുറീഷൻ, നമുക്കറിയാലോ എന്താ മിക്റ്റുറീഷൻ എന്ന് പറഞ്ഞാൽ? യൂറിനേഷൻ അല്ലേ? മൂത്രയിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? മിക്റ്റുറീഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ADHൻ്റെ അളവ് കുറവാണെങ്കിൽ മിക്റ്റുറീഷൻ എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഇൻക്രീസസ്, ഡിക്രീസസ്, റിമെയിൻസ് അൺഅഫക്റ്റഡ്, ഇൻക്രീസസ് ആൻഡ് ദെൻ ഡിക്രീസസ്. ഓക്കെ, നിങ്ങൾ നോക്കൂ, അതായത് ADHൻ്റെ അളവ് കുറവാണെങ്കിൽ, ADHൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന അസുഖമല്ലേ എന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. പറയാം മക്കളെ, ഏത് അസുഖം ഉണ്ടാവുക? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അതായത് അത്തരം ആളുകളുടെ ബോഡിയിൽ വാട്ടർ ലോസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. ഡിക്രീസ്ഡ് എബിലിറ്റി ഓഫ് കിഡ്നി ടു കൺസേർവ് വാട്ടർ. ഓക്കെ, കിഡ്നിക്ക് ഡിക്രീസ്ഡ് എബിലിറ്റി ഓഫ് കിഡ്നി ടു കൺസേർവ് വാട്ടർ. വാട്ടർ കൺസേർവ് ചെയ്യാനുള്ള ഡിക്രീസ്ഡ് എബിലിറ്റി ഓഫ് കിഡ്നി.
ഓക്കെ, അപ്പോൾ അതിന് അവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അത്തരം കേസിൽ വാട്ടർ കൺസേർവ് ചെയ്യാൻ പറ്റുന്നില്ല കിഡ്നിക്ക്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. മിക്റ്റുറേഷനിൽ എന്ത് സംഭവിക്കും? ഓക്കെ, എന്താ സംഭവിക്കുക? വെൻ എമൗണ്ട് ഓഫ് ADH ഡിക്രീസസ് ഇൻ ബ്ലഡ്, മിക്റ്റുറേഷൻ എന്താ സംഭവിക്കുക? അതായത് മൂത്രയിക്കണ പ്രോസസ്സ് എന്ത് ചെയ്യും? കൂടും. ധാരാളം വാട്ടർ ലോസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മിക്റ്റുറേഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, മിക്റ്റുറേഷൻ കൂടും, അപ്പോൾ ബോഡിയിൽ നിന്ന് ധാരാളം വാട്ടർ ലോസ് ഉണ്ടാവും. അത്തരം കണ്ടീഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഒക്കേഴ്സ് ഡ്യൂ ടു ADH ഡെഫിഷ്യൻസി? ADHന്റെ അളവ് കുറവ് വന്നു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ വേറൊരു ഫോം ആണത്. ഓക്കെ, ADHന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഇൻക്രീസ് യൂറിൻ ഔട്ട്പുട്ട്, ഇൻക്രീസ്ഡ് വാട്ടർ ഇൻ യൂറിൻ, ലെസ് യൂറിൻ, നോ യൂറിനേഷൻ. നിങ്ങൾ നോക്കൂ, ADHന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? വാട്ടറിനെ, അതായത് കൺസേർവ് ചെയ്യാൻ പറ്റൂല. എന്ന് പറഞ്ഞാൽ വാട്ടർ യൂറിനിലൂടെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ വാട്ടറിലുള്ള യൂറിനിലുള്ള വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യും? കൂടും. എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ എന്താ വരിക? ഇൻക്രീസ്ഡ് വാട്ടർ ഇൻ യൂറിൻ ആണ് എന്ത് ചെയ്യുക? ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് വൺ എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റിറോയിഡ് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ ദ. നിങ്ങൾക്കറിയാലോ, നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോർമോൺസ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ പറയുന്നുണ്ട് 4 സ്റ്റിറോയിഡ് ഹോർമോൺസിനെ കുറിച്ചാണ് പറയുന്നത്. 4 ടൈപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പ്രോട്ടീൻ ഹോർമോൺസ് ഉണ്ട്, സ്റ്റിറോയിഡ് ഹോർമോൺസ് ഉണ്ട്, അയോഡിയോ തൈറോണിൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്? അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സ് ഉണ്ട്. അതിൽ സ്റ്റിറോയിഡ് ഹോർമോൺസ് ആരാ ഉണ്ടാക്കുക എന്നാണ് ചോദിക്കുന്നത്. 4 സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ എക്സാമ്പിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ഏതാ? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ഓക്കെ, പിന്നെയോ ഈസ്ട്രജൻ ആണ്, പിന്നെയോ പ്രൊജസ്ട്രോൺ ആണ്, പിന്നെയോ കോർട്ടിസോൾ ആണ്. ഓക്കെ, ഈ 4 ഹോർമോൺസ് ആണ് എവിടെ പഠിക്കാനുള്ളത്? സ്റ്റിറോയിഡ് ഹോർമോൺസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റിറോയിഡ് ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൺലി ബൈ ദ. അഡ്രിനൽ മെഡുല്ല ഉണ്ടാക്കണില്ലല്ലോ. ഓക്കെ, ടെസ്റ്റോസ്റ്റിറോൺ അതായത് അഡ്രിനൽ മെഡുല്ലല്ല. ഓക്കെ, പാങ്ക്രിയാസും ഇല്ല. അടുത്തതോ തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് പാങ്ക്രിയാസ്, പറ്റൂലല്ലോ. അടുത്തത് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, അതും പറ്റൂല. അടുത്തതോ സെക്സ് ഓർഗൻസ് ഉണ്ടാക്കുന്നതല്ലേ ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ. ടെസ്റ്റോസ്റ്റിറോൺ ആണെങ്കിൽ ടെസ്റ്റിസ്, ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ആണെങ്കിൽ ഓവറി. അതേപോലെ അഡ്രിനൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്ന ഹോർമോൺ അല്ലേ ഏത്? കോർട്ടിസോൾ. എന്ന് പറഞ്ഞാൽ ഇതിൽ സ്റ്റിറോയിഡ് ഹോർമോൺസിന് ഉണ്ടാക്കുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ വരിക ഡി ആണ് കേട്ടോ. പരമക്കളെ, ഏതാ ഓപ്ഷൻ വരിക? ഡി ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ പാരാതൈറോയ്ഡ് ഹോർമോൺ? പാരാതൈറോയ്ഡ് ഹോർമോൺ ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. കിഡ്നി, ബോണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, നൺ ഓഫ് ദി അബോവ്. നിങ്ങൾക്ക് അറിയാലോ പാരാതൈറോയ്ഡ് ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താ? PTH. നമ്മൾ പഠിച്ചതാ. PTHന്റെ ഫംഗ്ഷൻ എന്താ? PTHന്റെ ഫംഗ്ഷൻ? PTH ഇറ്റ്സ് എ ഹൈപ്പർ കാൽസീമിക് ഹോർമോൺ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കാൽസീമി എന്ത് ചെയ്യും? കൂട്ടും. ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടും. ദേ ഇൻക്രീസസ് ബ്ലഡ് കാൽഷ്യം ലെവൽ. ഓക്കെ, ബ്ലഡ് കാൽഷ്യം ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതെങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് പഠിക്കാണ്ട്. എങ്ങനെയാണ് PTH ബ്ലഡ് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത് നമുക്ക് പഠിക്കാണ്ട്. ഓക്കെ, ഒന്ന് നമ്മൾ പറയുന്നുണ്ട് ബോൺ റീസോപ്ഷൻ നടത്തും എന്നുള്ളത്. എന്താ ബോൺ റീസോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിൽ എക്സസ് ആയി വരുന്ന കാൽഷ്യത്തിനെ ബ്ലഡിലേക്ക് കൊണ്ടുപോകണത് ബോൺ റീസോപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബോണിൽ ഒരു ഫംഗ്ഷൻ ഇല്ലേ? ഓക്കെ, ബോണിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. നോട്ട് ഇൻഫ്ലുവൻസ്ഡ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അടുത്തത് രണ്ടാമത്തെ പേര് എന്താ ചെയ്യുക? Ca2+ റീഅബ്സോർപ്ഷൻ നടത്തും. കാൽഷ്യം റീഅബ്സോർപ്ഷൻ ബൈ റീനൽ ട്യൂബ്യൂൾസ്. മക്കളെ, ആരാ നടത്തി കൊടുക്കുക? റീനൽ ട്യൂബ്യൂൾസ്. ആരാ റീനൽ ട്യൂബ്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഫ്രോൺസിന്റെ ഭാഗങ്ങളല്ലേ? ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിക്കും ഇവിടെ എന്തുണ്ട്? റോൾ ഉണ്ട്. ഓക്കെ, അടുത്തത് Ca2+ അബ്സോർപ്ഷൻ ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ്. ഓക്കെ, Ca2+ അബ്സോർപ്ഷൻ ഫ്രം ഡൈജസ്റ്റഡ് ഫുഡ്. ഡൈജസ്റ്റ് ചെയ്യപ്പെട്ട ഫുഡിൽ നിന്ന് Ca2+ എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്യുക. പരമക്കളെ, ആരാ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുക? ഇൻഡസ്റ്റൈനൽ വില്ലേ അല്ലേ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുക. എന്ന് പറഞ്ഞാൽ സ്മോൾ ഇൻഡസ്റ്റൈനും എന്തുണ്ട്? റോൾ ഉണ്ട്. നമ്മളോടാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എന്നാണ്. ഓക്കെ, ഈ 3 സാധനങ്ങളെ കിഡ്നിനെയും ബോണിനെയും സ്മോൾ ഇൻഡസ്റ്റൈനെയും ഈ പറയുന്ന പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാവരും ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാത്തതില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? നൺ ഓഫ് ദി അബോവ് ആണ് വരിക. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻ വരെ എന്താണ്? ഡി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത്?
തൈമസ് ഇൻ മാമൽസ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത്. എന്താ തൈമസ് ഗ്ലാൻഡ്? നമുക്കറിയാലോ തൈമസ് ഗ്ലാൻഡിനെ കുറിച്ച്. റെഗുലേഷൻ ഓഫ് ബോഡി ഗ്രോത്ത്. നമുക്കറിയാം തൈമസ് ഗ്ലാൻഡ് ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് മക്കളെ ഏത്? തൈമോസിൻസ്. ഓക്കെ, അവരുടെ ഫംഗ്ഷൻ എന്താന്ന് നമുക്കറിയാം. ഓക്കെ, ദേ പ്രൊവൈഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ടു അവർ ബോഡി. നമ്മളെ ബോഡിക്ക് അവരെന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇമ്മ്യൂൺ റെസ്പോൺസ് ടു അവർ ബോഡി. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, റെഗുലേഷൻ ഓഫ് ബോഡി ഗ്രോത്ത്, സെക്രീഷൻ ഓഫ് തൈറോട്രോപ്പിൻ, റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ, ഇമ്മ്യൂണോളജിക്കൽ ഫംഗ്ഷൻ. ഇമ്മ്യൂണിറ്റി അല്ലേ തൈമസ് തരിക? ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ വരിക ഡി ആണ് കേട്ടോ. പറഞ്ഞു മക്കളെ, ഏത് ഓപ്ഷൻ വരിക? ഡി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക കേട്ടോ. ഇമ്മ്യൂണോളജിക്കൽ ഫംഗ്ഷൻ ആണ് ആരുടെ എന്ന് പറയുന്നത്? തൈമസിൻ്റെ. ഓക്കെ, നെക്സ്റ്റ് വൺ. നോക്കിക്കോളൂ, എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത്? വിച്ച് ഹോർമോൺ പൊസസ് ആൻറ്റി ഇൻസുലിൻ എഫക്റ്റ്? ഇൻസുലിനെതിരെ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പൊതുവേ കാണുമ്പോൾ കുട്ടികൾ വിചാരിക്കും ഇൻസുലിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് ഇത്, ഗ്ലൂക്കഗോൺ. പക്ഷേ എന്തൊക്കെയാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്? കോർട്ടിസോൾ, കാൽസിറ്റോണിൻ, ഓക്സിറ്റോസിൻ, ആൾഡോസ്റ്റിറോൺ. അതായത് ഗ്ലൂക്കഗോൺ എന്ത് ചെയ്തിട്ടില്ല? ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ഇൻസുലിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസുലിൻ ഡിക്രീസസ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണെന്ത്? ഇൻസുലിൻ. എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻസുലിൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസുലിനെതിരെ പ്രവർത്തിക്കുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹോർമോൺ കാരണം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുണ്ടോ നോക്കണം. ഓക്കെ, കാരണം ഇൻസുലിൻ അതിനെ കുറക്കുക ചെയ്യുക, അപ്പോൾ അതിനെ കൂട്ടുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? ആൻറ്റി ഇൻസുലിൻ എഫക്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ കോർട്ടിസോൾ, കാൽസിറ്റോണിൻ, ഓക്സിറ്റോസിൻ, ആൾഡോസ്റ്റിറോൺ ആണ് ഓപ്ഷനിലുള്ളത്. ഓക്കെ, അതിൽ നിങ്ങൾ ഇയാളെ ഫംഗ്ഷൻ ഒന്ന് നോക്കി. കോർട്ടിസോളിൻ്റെ ഫംഗ്ഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. കോർട്ടിസോളിൻ്റെ ഒരു ഫംഗ്ഷനാണ് മക്കളെ ഗ്ലൂക്കോണിയോജനസിസ്. പറ മക്കളെ, എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഗ്ലൂക്കോണിയോജനസിസ് ആണ് ഒരു ഫംഗ്ഷൻ. ഓക്കെ, എന്താ ഗ്ലൂക്കോണിയോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം എവിടുന്ന്? നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ്. കാർബോഹൈഡ്രേറ്റ് അല്ലാത്ത സോഴ്സിൽ നിന്നും ആരെ പ്രൊഡ്യൂസ് ചെയ്യുക? ഈ പറയുന്ന ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഗ്ലൂക്കോണിയോജനസിസ് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻക്രീസ് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ഇൻസുലിനെതിരെയുള്ളൊരു പ്രവൃത്തിയാണെന്ത്? കോർട്ടിസോളിൻ്റെ ഗ്ലൂക്കോണിയോജനസിസ് വഴി നടക്കുക. എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻസുലിൻ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മക്കളെ? കോർട്ടിസോൾ ആണ് കേട്ടോ. അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻ മാൻ ഈസ് റെഗുലേറ്റഡ് ബൈ. മനുഷ്യനിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നിയന്ത്രിക്കുന്നത് ആരൊക്കെയെന്നാണ്? ഇൻസുലിൻ ഉള്ളി, അഡ്രിനാലിൻ, ഗ്ലൂക്കഗോൺ ആൻഡ് ഇൻസുലിൻ, ഓൾ ഓഫ് ദി എബോവ്. ഓക്കെ, അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ്. പറയാം മക്കളെ, എന്താ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്ലൂക്കോസിൻ്റെ നോർമൽ ലെവൽ അത് നിലനിർത്തുന്ന രണ്ട് ഹോർമോണാണ് ഏതൊക്കെ? ഇൻസുലിനും ഗ്ലൂക്കഗോണും. കാരണം ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണാണ്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറക്കുന്ന ഒരു ഹോർമോണാണ് ഏത്? ഇൻസുലിൻ. എന്നാൽ ഗ്ലൂക്കഗോൺ അങ്ങനെയല്ല. ഗ്ലൂക്കഗോൺ എന്താ? ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോണാണ് ഏത്? ഗ്ലൂക്കഗോൺ. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കഗോൺ ഒരു ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോണാണ്, എന്നാൽ ഇൻസുലിനോ ഒരു ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോണുമാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഗ്ലൂക്കഗോൺ ആൻഡ് ഇൻസുലിൻ. അതിൻ്റെ ഓപ്ഷൻ വരിക സി ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇൻ ഹ്യൂമൻ ടെസ്റ്റോസ്റ്റിറോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. ഓക്കെ, ഹ്യൂമണിൽ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാലോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് എക്സാമ്പിളാണ്? ആൻഡ്രോജൻ എക്സാമ്പിളാണ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നുണ്ട് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കുന്ന സെല്ലുകൾ. ടെസ്റ്റിസിലെ ഏത് സെല്ലാണ് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സെല്ലാണ്? ലേഡിക് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക കേട്ടോ. പറയും മക്കളെ, ഏത് സെൽസാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ലേഡിക് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, നോക്കിക്കോളൂ. ഡ്യൂറിങ് പ്രഗ്നൻസി കോർപ്പസ് ലൂട്ടിയം. നിങ്ങൾക്കറിയാലോ കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന ആളാണ് ഏത് ഹോർമോണിനെ ഉണ്ടാക്കുക? പ്രൊജസ്ട്രോണിനെ ഉണ്ടാക്കുക. ഓക്കെ, അതിൽ
പ്രഗ്നൻസിന്റെ സമയത്ത് കോർപ്പസ് ലൂട്ടിയത്തിന് എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. ഡീജനറേറ്റ്സ്, തെറ്റല്ലേ? പ്രൊജസ്ട്രോൺ നിർബന്ധമായിട്ടും വേണം, കാരണം പ്രൊജസ്ട്രോൺ ആണ് പ്രഗ്നൻസി ഹോർമോൺസ് എന്ന് വിളിക്കുക. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം ഇല്ലാണ്ടായ പിന്നെ പ്രൊജസ്ട്രോൺ ഇല്ല. ചേഞ്ചസ് ടു കോർപ്പസ് ആൽബിഗൻസ് പെർസിസ്റ്റ് അൺടിൽ പാർച്ചുറേഷൻ, പെർസിസ്റ്റ് അപ് ടു ദ മിഡിൽ ഓഫ് പ്രഗ്നൻസി. ഇതിൽ നമുക്ക് പഠിക്കാണ്ട്, അതായത് പ്രഗ്നൻസിൻ്റെ ഒരു മിഡിൽ വരെയാണ് ആരുണ്ടാവുക, കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുക. അതിനുശേഷം പിന്നെ കോർപ്പസ് ലൂട്ടിയം HCG എന്ന് പറയുന്ന ഒരാളാണ് പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യുക. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മിഡിൽ ഓഫ് പ്രഗ്നൻസി വരെ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവും. അത് കഴിഞ്ഞാലും പ്രൊജസ്ട്രോണിന്റെ സെക്രീഷൻ നടക്കും. ഓക്കെ, അത് പിന്നെ പ്ലാസൻ്റെയൊക്കെയാണ് എന്ത് ചെയ്യപ്പെടുക, സെക്രീറ്റ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാണ് പെർസിസ്റ്റ് അപ് ടു ദ മിഡിൽ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക, ഡി ആണ് കേട്ടോ ഓപ്ഷൻ ആയിട്ട് വരിക. എന്താ ഓപ്ഷൻ വരിക, ഡി ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയണത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കളെ, നോക്കിക്കോളൂ. സെക്രീഷൻ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്ട്രക്ചർ ഈസ് റെസ്പോൺസിബിൾ ഇൻ പ്രിപ്പയറിംഗ് ദ ഇന്നർ വാൾ ഓഫ് യൂട്രസ് ഫോർ ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് യൂട്രസിന്റെ ഇന്നർ വാളിനെ സെക്രീറ്റ് ചെയ്യുന്നത്, അതായത് ഇംപ്ലാന്റേഷൻ നടത്തി കൊടുക്കുന്ന ഹോർമോൺ ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇംപ്ലാന്റേഷൻ നടത്തി കൊടുക്കുന്ന ഹോർമോൺ ആണോ മക്കളെ? പ്രൊജസ്ട്രോൺ. പറയാം, ഇംപ്ലാന്റേഷൻ നടത്തി കൊടുക്കുന്ന ഹോർമോൺ ഏതാ? പ്രൊജസ്ട്രോൺ. ആ ഇംപ്ലാന്റേഷന് വേണ്ടി പ്രിപ്പയർ ആക്കുന്നത് ഏത് സ്ട്രക്ചറാണെന്നാണ് ചോദിക്കുന്നത്. പ്രൊജസ്ട്രോൺ ആണ് ഹോർമോൺ. പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നത് ഏത് സ്ട്രക്ചറാ? അത് നമുക്കറിയാലോ. പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നത് ആരാ? കോർപ്പസ് ലൂട്ടി അല്ലേ? എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക. കോർപ്പസ് ലൂട്ടിയാണ് പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്ഷൻ വരിക ബി ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കിക്കോളൂ. ദ ഹോർമോൺ സെക്രീറ്റിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ. സെക്രീറ്റിൻ കേട്ടിട്ടില്ലേ? സെക്രീറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? നമുക്കറിയുന്ന ഒരു കാര്യമാണല്ലോ. സെക്രീറ്റിൻ ഉണ്ടാക്കുന്നത് ആരാ? GIT അല്ലേ, അഥവാ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ഓക്കെ, ഇൻ പാങ്ക്രിയാസ്, തെറ്റല്ലേ? ആൻഡ് ഇൻഫ്ലുവൻസസ് കൺവേർഷൻ ഓഫ് ഗ്ലൈക്കോജൻ ഇൻ ടു ഗ്ലൂക്കോസ്, അത് തെറ്റി. ഓക്കെ, അടുത്തത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് സ്റ്റിമുലേറ്റ്സ് പാങ്ക്രിയാസ്. ഈ സെക്രീറ്റിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം. സെക്രീറ്റിൻ എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നവരോ? സെക്രീറ്റിൻ ആക്ട് ചെയ്യുക എക്സോക്രൈൻ പാങ്ക്രിയാസിലാണ്. പറയാം മക്കളെ, സെക്രീറ്റിൻ എവിടെ ആക്ട് ചെയ്യുക? എക്സോക്രൈൻ പാങ്ക്രിയാസിലാണ്. എന്നിട്ട് സെക്രീറ്റിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം. ഓക്കെ, സ്റ്റിമുലേറ്റ്സ്. എന്താ സെക്രീറ്റിന്റെ ഫംഗ്ഷൻ? സ്റ്റിമുലേറ്റ്സ് ദ ഫോർമേഷൻ ഓഫ് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് അയോൺസ്. വാട്ടറിന്റെയും ബൈകാർബണേറ്റ് അയോൺസിന്റെയും ഫോർമേഷൻ എന്ത് ചെയ്യുക? സ്റ്റിമുലേറ്റ് ചെയ്യുക. അതാണ് ആരുടെ ഫംഗ്ഷൻ? സെക്രീറ്റിന്റെ ഫംഗ്ഷൻ. അടുത്ത നോക്കൂ. അഡ്രിനൽ ഗ്ലാൻസ് ആൻഡ് ആക്സിലറേറ്റ്സ് ഹാർട്ട് ബീറ്റ്. ഓക്കെ, നാലാമത്തതോ ടെസ്റ്റിസ് ആൻഡ് പ്രൊഡ്യൂസസ് മെയിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക കേട്ടോ. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് സ്റ്റിമുലേറ്റ്സ് പാങ്ക്രിയാസ്. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ആക്ട് ചെയ്യുക, അഥവാ എക്സോക്രൈൻ പാങ്ക്രിയാസിലാണ് ആക്ട് ചെയ്യുക. എന്നിട്ട് പാങ്ക്രിയാസിന് എന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് മക്കളെ എന്ത്? സെക്രീറ്റിൻ. പറയാം മക്കളെ, എന്താ ഹോർമോണിന്റെ പേര്? സെക്രീറ്റിൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which one of the following pairs of hormones are the examples of those that can easily pass through the cell membrane of the target cell and bind to a receptor inside it, mostly in the nucleus? അതായത് എന്നിട്ട് ഓപ്ഷൻ കൊടുത്തിരിക്കുക. സൊമാറ്റോസ്റ്റാറ്റിൻ ഓക്സിറ്റോസിൻ, കോർട്ടിസോൾ ടെസ്റ്റോസ്റ്റിറോൺ, ഇൻസുലിൻ ഗ്ലൂക്കഗോൺ, തൈറോക്സിൻ ഇൻസുലിൻ. അതായത് നമുക്കറിയാലോ, റിസപ്റ്റേഴ്സ് എവിടെയാണ് പ്രസന്റ് ആയിട്ടുള്ളത് എന്നതിനനുസരിച്ച് അവർ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്നിന്റെ പേരാണ് മക്കളെ മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ. പറയാം മക്കളെ, ഒന്നിന്റെ പേരെന്താ? മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ റിസപ്റ്റർ കാണപ്പെട്ട സെൽ മെംബ്രെയിനിലാണ്. രണ്ടാമത്തതോ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്റർ. ഓക്കെ, ഇവിടെ റിസപ്റ്റർ എവിടെയാണ് കാണപ്പെടുക? സെല്ലിന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പം മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററും ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററും ഉണ്ട്. ഓക്കെ, അതിൽ നമുക്കറിയാം ടോട്ടൽ 4 ടൈപ്പ് ഓഫ് ഹോർമോൺസ് ഉണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പ്രോട്ടീൻ ഹോർമോൺസും അതുപോലെ തന്നെ അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സും. 4 ടൈപ്പ് ഓഫ് ഹോർമോൺസിൽ പ്രോട്ടീൻ ഹോർമോൺസും അമിനോ ആസിഡ് ഡെറിവേറ്റീവ്സും എന്തിന് എക്സാമ്പിളാ? മെംബ്രെയിൻ ബൗണ്ട് റിസപ്റ്ററിന് എക്സാമ്പിളാ. എന്നാൽ ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററിന് എക്സാമ്പിൾ ആണ് എന്ത്? ഒന്ന് സ്റ്റിറോയിഡ് ഹോർമോൺസാ. ഇൻട്രാ സെല്ലുലാറിന് ഒരു എക്സാമ്പിൾ ആണ് സ്റ്റിറോയിഡ് ഹോർമോൺസ്. രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് എന്ത്? അയോഡോതൈറോണിൻസ്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ? അയോഡോതൈറോണിൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഇതിൽ ഏതൊക്കെയാണ്? അതായത് നമ്മളോട് ചോദിക്കുന്നത് ഇൻട്രാ സെല്ലുലാർ റിസപ്റ്ററിന് എക്സാമ്പിൾ ഏതാന്നാ?
ഓക്കെ. അതിൽ സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതൊരു പ്രോട്ടീൻ ഹോർമോൺ അല്ലേ? ഓക്സിറ്റോസിനും പ്രോട്ടീൻ ഹോർമോണാണ്. കാരണം ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ഇത് ഹൈപ്പോതലാമിക് ഹോർമോൺസ് ആണ്. അടുത്ത നോക്കൂ, കോർട്ടിസോൾ, ടെസ്റ്റോസ്റ്റിറോൺ. കോർട്ടിസോളും ടെസ്റ്റോസ്റ്റിറോണും എന്തിന് എക്സാമ്പിളാണ്? സ്റ്റിറോയിഡ് ഹോർമോൺസിന് എക്സാമ്പിൾ അല്ലേ? അപ്പോൾ അത് രണ്ടും എന്താ വരിക? ഇൻട്രാസെല്ലുലാർ റിസപ്റ്റർ ആണ് വരിക. ഓക്കെ. ഇൻസുലിൻ ഗ്ലൂക്കഗോൺ പറ്റൂല, തൈറോക്സിൻ ഇൻസുലിൻ പറ്റൂല. അപ്പോൾ അതിന്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് വരിക. കോർട്ടിസോളും ടെസ്റ്റോസ്റ്റിറോണും എന്തിന് എക്സാമ്പിളാണ്? ഇൻട്രാസെല്ലുലാർ റിസപ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കൂ, മാർക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് സൊമാറ്റോസ്റ്റാറ്റിൻ. സൊമാറ്റോസ്റ്റാറ്റിനുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാ? സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രോത്ത് ഹോർമോണിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ് ആര്? സൊമാറ്റോസ്റ്റാറ്റിൻ ഹൈപ്പോതലാമസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം ആന്റീരിയർ പിറ്റ്യൂട്ടറി. പറയാം മക്കളെ, എവിടുന്ന സെക്രീറ്റ് ചെയ്യുക? ആന്റീരിയർ പിറ്റ്യൂട്ടറി. തെറ്റല്ലേ? ഹൈപ്പോതലാമസ് അല്ലേ? അടുത്തത്, ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ റിലീസ് ഓഫ് ഗ്രോത്ത് ഹോർമോൺ. അത് ശരിയല്ലേ? ഗ്രോത്ത് ഹോർമോണിന്റെ റിലീസിന് എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. പിന്നെ ഇറ്റ് ഈസ് സെക്രീറ്റഡ് ഫ്രം പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. തെറ്റാ. ഇറ്റ് സ്റ്റിമുലേറ്റ്സ് STH സെക്രീഷൻ. അതും തെറ്റാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊമാറ്റോസ്റ്റാറ്റിൻ എപ്പോഴും ഗ്രോത്ത് ഹോർമോണിന്റെ സെക്രീഷൻ എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ എന്താ വരിക? ബി ആണ് കേട്ടോ വരിക മക്കളെ. എന്താ ഓപ്ഷൻ ആയിട്ട് വരിക? ബി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ. അടുത്തതോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് PTH ഈസ് കറക്റ്റ്? PTH എന്ന് പറഞ്ഞാൽ പാരാതൈറോയ്ഡ് ഹോർമോൺ ആണ്. ഓക്കെ. ഇറ്റ് ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ. അത് ശരിയാണ്. PTH എന്ന് പറഞ്ഞാൽ എന്ത് ഹോർമോണാണ് മക്കളെ? പെപ്റ്റൈഡ് ഹോർമോൺ ആണ്. അത് കറക്റ്റ് അല്ലേ? അടുത്ത നോക്കൂ, ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ബോൺ റീസോർപ്ഷൻ. അതും കറക്റ്റ് അല്ലേ? PTH ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടാൻ ബോൺ റീസോർപ്ഷൻ നടത്തുന്നു. അടുത്തതോ, ഇറ്റ് ഈസ് ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ. അതും കറക്റ്റ് അല്ലേ? PTH എന്ന് പറഞ്ഞാൽ ഹൈപ്പർ കാൽസ്യമിക് ഹോർമോൺ ആണ്, ബ്ലഡ് കാൽഷ്യം ലെവൽ കൂട്ടും എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മൂന്നെണ്ണം കറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്ഷൻ വരിക ഡി ആണ്. ഓൾ ഓഫ് ദി അബോവ് ആണ് ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് ഇൻകറക്ട്ലി മാച്ച്ഡ്? ഏതാണ് ഇൻകറക്ട്ലി മാച്ച്ഡ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇൻസുലിൻ ഡയബറ്റിസ് മെലിറ്റസ് ഡിസീസ്. കറക്റ്റ് ആണ്. ഇൻസുലിൻ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ടാക്കുന്നുണ്ട് ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോൾ. അടുത്തത് ഗ്ലൂക്കഗോൺ ബീറ്റാ സെൽസ് സോഴ്സ്. അത് തെറ്റല്ലേ? ഗ്ലൂക്കഗോൺ എവിടുന്ന് ഉണ്ടാക്കുന്നത്? ആൽഫ സെൽ എന്നല്ലേ? ബീറ്റാ സെൽ ഉണ്ടാക്കുന്നത് ഇൻസുലിൻ അല്ലേ? ഇൻകറക്റ്റ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അടുത്തതോ, സൊമാറ്റോസ്റ്റാറ്റിൻ ഡെൽറ്റ സെൽസ്. അത് ശരിയാണ്. ഓക്കെ. കോർപ്പസ് ലൂട്ടിയം റിലാക്സിൻ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്ഷൻ ഇൻകറക്ട്ലി മാച്ച്ഡ് ഓപ്ഷൻ ഏതാ? ബി അല്ലേ? ഗ്ലൂക്കഗോൺ ബീറ്റാ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്താണ്? ഇൻകറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നോക്കിക്കോളൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയണത്? ഡെഫിഷ്യൻസി ഓഫ് വാസോപ്രസിൻ പ്രൈമറിലി റിസൾട്ട് ഇൻ. വാസോപ്രസിന്റെ ഡെഫിഷ്യൻസി കാരണം എന്താണ് സംഭവിക്കുക? നോക്കിക്കോളൂ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ADH ആണ് വാസോപ്രസിൻ. ADHന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുക? അതിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ increased volume of urine, decreased volume of urine, excessive secretion of urochrome, ചേഞ്ച് ഇൻ pH ഫ്രം അസിഡിക് ടു ആൽക്കലൈൻ റേഞ്ച്. നമുക്കറിയാലോ, അതായത് ഈ പറയുന്ന ADHന്റെ അളവ്, വാസോപ്രസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ യൂറിനിലൂടെ ധാരാളം വെള്ളം നഷ്ടപ്പെടും. എന്ന് പറഞ്ഞാൽ യൂറിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ വരെ എന്താ? എ ആണ്. ഇൻക്രീസ്ഡ് വോളിയം ഓഫ് യൂറിൻ ആണ് ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ. ലാസ്റ്റ് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹോർമോൺ ഈസ് റിക്വയർഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം നിലനിർത്താൻ വേണ്ട ഹോർമോൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. കോർപ്പസ് ലൂട്ടിയം നിലനിർത്തണമെങ്കിൽ ഈസ് റിക്വയർഡ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഏത് ഹോർമോൺ വേണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. നിങ്ങൾ നോക്കൂ, കോർപ്പസ് ലൂട്ടിയം നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? LH. അവിടെ ചില കുട്ടികൾ തെറ്റിക്കും, പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞാണ്. തെറ്റാ. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുക ചെയ്യുക. നമ്മളോട് ചോദിക്കുന്നത് കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. ഓക്കെ. കോർപ്പസ് ലൂട്ടിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏത് ഹോർമോൺ വേണം? LH വേണം, അഥവാ ല്യൂട്ടീനൈസിങ് ഹോർമോൺ വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് നിലനിർത്താൻ പറ്റുള്ളൂ. ഓക്കെ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക കേട്ടോ. അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് നീറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്കറിയാലോ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, കുറച്ച് വലിപ്പമുണ്ടെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചാപ്റ്റർ നല്ല രീതിക്ക് എടുത്ത് പഠിക്കുക. ഓരോ കാര്യങ്ങളും, ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡും അവരുണ്ടാക്കുന്ന ഹോർമോൺസും ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന എല്ലാ അസുഖങ്ങളുടെയും പ്രത്യേകത ഒരു ഹോർമോൺ കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഹോർമോൺ കുറഞ്ഞത് കൊണ്ടോ ഉണ്ടാകുന്ന അസുഖമാണ്.
ഓക്കെ, അപ്പോൾ ആ അസുഖങ്ങൾ ഏതൊക്കെ ഹോർമോൺ കൂടിയതുകൊണ്ടാണ്, ഏതൊക്കെ ഹോർമോൺ കുറഞ്ഞുകൊണ്ടാണ്, സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കണ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.